നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ എപ്പോഴെങ്കിലും അവൾ അറിയും അത് തന്റെ അനിയത്തിയുടെ കുഞ്ഞാണെന്ന്. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്, സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനൊരു സന്ദർഭം വന്നാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയോ തന്നെയോ അല്ല. അതെ, ആരാ? ഇവിടുത്തെ ശിവരാമേട്ടൻ. അയാള് കുറച്ചു മുമ്പ് പുറത്തേക്ക് എങ്ങോട്ട് പോകുന്ന കണ്ടു. തിരിച്ചു വരുമ്പോ എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. കുഞ്ഞിനെ കൊണ്ട് ശിവേണ്ണനെ എവിടെ പോയതായിരിക്കും? നിർത്ത്, ഇത് തന്നെയാ സ്ഥലം. എന്തിനാ ഇവിടെ ഇറങ്ങിയത്? ഇവിടെ മുഴുവൻ കാടല്ലേ? താൻ പൈസ എത്രയാന്ന് പറ. 250. എന്റെ ഒരു ബന്ധു ഇവിടെ താമസിക്കുന്നുണ്ട്. അവൻ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റ് അപ്പുറത്താ. ഈ കാടിനകത്ത് കാട്ടുപന്നിയും മ്ലാവും ഒക്കെ പെറ്റുപെരി കിടക്കുന്നുണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, സൂക്ഷിക്കണം. ഞാൻ സാധാരണ പോകുന്ന വഴിയാ ഇത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ശരി. ആ, അർച്ചന കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ എപ്പോഴെങ്കിലും അവൾ അറിയും അത് തന്റെ അനിയത്തിയുടെ കുഞ്ഞാണെന്ന്. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്, സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനൊരു സന്ദർഭം വന്നാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയോ തന്നെയോ അല്ല. നെല്ലിശ്ശേരിയിലെ തന്റെ കുഞ്ഞിനെ തന്നെ ആയിരിക്കും. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും തന്റെ കുഞ്ഞിനത് അപകടമാണ്. സച്ചേട്ടാ, താൻ എവിടായിരുന്നു? തന്റെ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നേ? എപ്പോഴും ഓഫായി പോയതാ സച്ചേട്ടാ. ഞാൻ ശിവേന്റെ വീട് വരെ ഒന്ന് പോയതാ. ശിവേന്റെ മോളെ അവിടെ കണ്ടില്ല, വീട് തുറന്നിട്ടിരിക്കുക. ഒന്നാമത് സ്ഥലകാല ബോധമില്ലാതെ ഇപ്പൊ ശിവേന്റെ പെരുമാറ്റം. കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ട് പോയതാണോ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ വരുന്ന വഴിയൊക്കെ നോക്കി, കണ്ടില്ല. ശിവേനെ ഒന്ന് അന്വേഷിക്കുവോ? എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. താൻ ടെൻഷൻ ആവണ്ട, ഞാൻ എന്തായാലും പുറത്തു പോകുന്നുണ്ട്. അന്നേരം ഞാൻ കൂടെ അന്വേഷിക്കാം.
എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പൊ എന്നെ ഒന്ന് അറിയിക്കണേ സച്ചേട്ടാ. ഞാൻ വിളിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കുക. കുറവാണല്ലോ മുരുക. അതൊക്കെ പോട്ടെ, നിനക്ക് എവിടെ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടിയെന്ന് അറിഞ്ഞു. ആ അതെ. എന്നിട്ട് എവിടെ? ദേ ഇതിന്റെ മുഖത്ത് നല്ല ഐശ്വര്യമാണല്ലോ. വല്ല കരിയോ പൊടിയോ ഒക്കെ എടുത്ത് പുരട്ട്. എന്നിട്ട് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ മുറിവുകൾ ഉണ്ടാക്കും. കയ്യോ കാലോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒടിഞ്ഞാലും കുഴപ്പമില്ല. കുഞ്ഞിനെ കാണുമ്പോൾ ആൾക്കാർക്ക് പൈസ തരാൻ തോന്നണം. ആ രീതിയിൽ കൊച്ചിനെ അങ്ങ് മാറ്റിയെടുക്ക്. ശരിയാണ്. രുക്മിണി, എന്താ അണ്ണാ? നാളെ മുതല് നീ ഈ കൊച്ചിനെ കൊണ്ട് വേണം നടക്കാൻ. ശരി അണ്ണാ. ആദ്യം നീ ഇതിനൊന്ന് ഇണക്കിയെടുക്ക്. ഓ ശരി അണ്ണാ. ഞാൻ നോക്കട്ടെ. ഇന്നലെ മുതല് ആ കുഞ്ഞിന്റെ ഒരു വിവരവുമില്ല. ഒന്നും സംഭവിക്കാതെ ആ മോളെ എന്റെ മുമ്പിൽ കൊണ്ടുതരണം. എനിക്കവളെ വേണം. കൈവിടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.